ഇവിടെ നിൽക്കാൻ കളല്ലേ എനിക്ക് തോന്നി നല്ലതാന്ന്. അല്ല എനിക്ക് അറിയാൻ പറ്റാണ്ട് ചോദിക്കാം, നിങ്ങൾ എന്നെ കാണിക്കുന്നേ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുവല്ലേ? അതിനിപ്പടെ വേറൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ. ഞാൻ എന്റെ ഭർത്താവിന് ഇച്ചിരി കറി ഉണ്ടാക്കിയത് വാരി കൊടുത്തു. അതിനിപ്പോ എന്താ സംഭവിച്ചേ? എടാ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ലേ? ഇവിടെ പ്രായമുള്ളവരാ, ഇവിടുത്തെ കുറച്ച് രീതിയും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയത്തില്ല. നീ എങ്ങനെ അറിഞ്ഞ് പെരുമാറിക്കൂടെ? ഒന്നിനും എന്റെ പെങ്ങൾ ഇവിടെ ഉള്ളതല്ലേ, അവക്കോ ബോധമില്ല. അവിടെ ഞാൻ ആവത്തിടത്തോളം പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് വന്ന് നിന്ന് എല്ലാവരുടെയും മുന്നേ കാണിച്ചു കൂട്ടില്ല. പല പ്രാവശ്യം പറഞ്ഞു ഓരോ ഗോഷ്ടി കാണിക്കല്. ഭക്ഷണം കഴിക്കുമ്പോൾ വാരി കൊടുക്കുന്നു. അയ്യേ അമ്മ എന്തൊക്കെയാ പറയണേ? അമ്മ ഏത് കാലത്താ ജീവിക്കണം? അമ്മ ഇത്രയൊക്കെ പഴയ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ച് പഴയതാ. എനിക്കിങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കടന്ന് ഗോഷ്ടി കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തീരെ പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ റൂമിൽ നിന്ന് സ്നേഹം പ്രകടിപ്പിക്കുക. എന്റെ അമ്മ ഒരു ഉരുള ചോറ് വാരി കൊടുക്കോ, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കോ, അല്ലെങ്കിൽ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കോ. ഇനി അതും പോട്ടെ, ഒരുമിച്ചിരുന്ന് ടി വി കാണുമ്പോൾ ഒന്ന് കൈ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പോടില്ല. ഇതൊന്നും പരസ്യമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ലെന്ന് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത്? പല പ്രാവശ്യമായിട്ട് ഇവിടെ എന്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ഇങ്ങനത്തെ ഓരോ കുത്തുവാക്കോ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വലിയ കാര്യമാക്കിയില്ല. അമ്മ ഇത്രയൊക്കെ പഴഞ്ച രീതിയായിരുന്നു. അമ്മ നമ്മുടെ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം, അല്ലാണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ കുറച്ച് പഴയതാ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നല്ല സഹിക്കാൻ പറ്റണമെങ്കിൽ സഹിക്കാം. അമ്മ ഇത് ഞങ്ങളുടെ ജീവിതമാണ്, അതിലിടയിൽ കയറി അമ്മ ഇടപെടാണ്ടിരിക്കും. വേറെ ഒന്നും അമ്മയുടെ പുറത്ത് പഠിപ്പിക്കാൻ ഞാനില്ല. മൊത്തം കഴിച്ചില്ലല്ലോ, ഇത്രയും കൊണ്ടേ വയറ് നിറഞ്ഞു. അമ്മയ്ക്കിപ്പോ സമാധാനമായ? ഒരാൾ ഭക്ഷണം കഴിച്ചോണ്ട് നാളെ കൂടെ അതും ഇതും പറഞ്ഞ് എഴുതിപ്പിച്ച് വിട്ടപ്പോ നമുക്ക് സമാധാനം ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഒന്നിനും ഞാൻ ഇടപെടുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ എന്തോ കാണിക്കും. അങ്ങനെ സ്വന്തം കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയാൻ നോക്കുക, അല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഓവറായിട്ട് കിടന്ന് ഇടപെടല്ലേ. അവളുടെ വീട്ടിൽ ഞങ്ങൾ പല അടുത്തോളോ, അതുപോലെ ഇവിടെ തന്നെ പെരുമാറുന്ന നിർബന്ധം പിടിക്കുന്നില്ല. ഞാൻ കുറച്ച് പഴയതാ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. സഹിക്കാൻ പറ്റുള്ള സഹിക്കും.